പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? പെട്ടെന്നുണ്ടായ ആ ഇതിൽ ഞാനങ്ങ് പറഞ്ഞു പോയതാ, പെട്ടെന്ന് എനിക്ക് വന്ന ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാ എന്ന്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, പെട്ടെന്ന് നമ്മൾ ഓരോ വാക്കുകൾ പറഞ്ഞു, ആ വാക്കിൻ്റെ ആഴം, അതിൻ്റെ മുറിവുകൾ എത്രയാണെന്ന് നമുക്കറിയത്തില്ല, ഓരോരുത്തരുടെയും മനസ്സിൽ പതിക്കുന്നത് ഇല്ലേ? നമ്മൾ പെട്ടെന്ന് ആ ഒരു പൊട്ടിത്തെറിച്ചു, നമ്മളത് കൂളായിട്ട് കളഞ്ഞു. പക്ഷേ അത് കേൾക്കുന്നവരുടെയും അവരുടെ ഉള്ളിൽ പതിച്ചവരുടെയും അവരുടെ മനസ്സിൻ്റെ വികാരം നമ്മളാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം ഒരു മിനിറ്റ് മതി, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മതി നമുക്ക് ദേഷ്യപ്പെടാൻ. പിന്നീട് നമ്മൾ ഒരു 1000 വട്ടം ക്ഷമ പറഞ്ഞാലും അവരത് ഓക്കെ ശരി എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ അവരുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ കാണുമ്പോൾ അത് ഓർക്കും ഇല്ലേ? അത് നമ്മുടെ കൂടെയുള്ളവരാണെങ്കിലോ സ്ഥിരം കാണുമ്പോൾ ഓർക്കും, ഇന്നലെ അവൾ എന്നോട് പറഞ്ഞതാ, അല്ലെങ്കിൽ കുറച്ചാൾ മുമ്പ് ഇവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞതാണല്ലോ എന്നിങ്ങനെ, അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞതാണല്ലോ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമ്മളൊന്ന് ക്ഷമിച്ച് നിന്ന് ഒരു മിനിറ്റ് മതി നമുക്കൊന്ന് ചിന്തിക്കുക, നമ്മൾ പറയണോ പറയണ്ടയോ എന്ന്. അല്ലെങ്കിൽ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നൊന്ന് മാറി നിന്ന് നോക്കുക, നമ്മളൊന്ന് കൂളാകാൻ ശ്രമിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായിരിക്കും മിക്കതും നമ്മൾ ദേഷ്യപ്പെടുന്നത്. ദേഷ്യപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നേടിയെടുത്തായിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല, ഒരു കാര്യവും നടക്കില്ല. നമ്മൾ ദേഷ്യപ്പെടുകയോ നമ്മൾ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ നമ്മളെന്താ പ്രതികാരം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടും ഒരു കാര്യവും നമ്മൾ ഈ ഭൂമിയിൽ നേടിയെടുത്തിട്ടില്ല. നമുക്ക് പ്രതിഷേധിക്കാം, മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ, അർത്ഥവത്തുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഒരു കാര്യവും ഒരു പ്രയോജനവുമില്ല. ആ സ്ഥാനത്ത് ക്ഷമയാണ്, ചിന്തിച്ച് ആലോചിച്ച് നമുക്ക് പറയാം അല്ലേ? അതല്ലേ വേണ്ടത്. അല്ലാണ്ട് ഈ ഞാനും നിങ്ങളും ഒക്കെ കണക്കാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, അത് കഴിഞ്ഞിട്ട് ക്ഷമ ചോദിക്കും, ഒരു പ്രയോജനവുമില്ല. നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്നയാൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നത്. അയ്യോ എന്തിനാ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, ഇതെന്നെ ഞാൻ എന്താ ചെയ്തേ എന്നിങ്ങനെയൊക്കെ ഒരു തോന്നലുകൾ നമ്മുടെ ഉള്ളിലുണ്ടാകും അല്ലേ? ശരിയാണോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ.